എല്ലാവർക്കും നമസ്കാരം. SPR പാചക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നൊരു മീൻ കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് വങ്കട എന്ന് പറയുന്ന മീനാണ്. ഇത് നന്നായിട്ട് നമ്മൾ തേച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഇതുപോലെ കട്ടിയുള്ളൊരു ഭാഗമുണ്ട്. നമ്മൾ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ച് മാറ്റണം ഏറ്റവും ആദ്യം. അത് മാറ്റിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കാം. നമ്മൾ ഈ മീനിൻ്റെ ഈ വാലിൻ്റെ അറ്റം നന്നായിട്ട് എല്ലാത്തിൻ്റെയും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതിൻ്റെ മുള്ളൊക്കെ വെട്ടി നമ്മൾ ഇത്തിരി കനമുള്ള മീനാണ്. ഇതിൻ്റെ മുള്ളൊക്കെ ആണെങ്കിലും നല്ല കട്ടിയുള്ളതാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ മുള്ളെല്ലാം കംപ്ലീറ്റ് വെട്ടി മാറ്റുന്നു. ഈ മീൻ ഞങ്ങൾ എറണാകുളത്ത് വൈപ്പിനെന്ന് പറയുന്നൊരു ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്. കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നമുക്ക് ഹോൾസെയിലായിട്ടും അല്ലാതെയൊക്കെ കിട്ടും. ഞങ്ങൾ അവിടെ പോയി വാങ്ങിച്ച മീനാണ്. ഒരുവിധം നല്ല ഫ്രഷ് മീനാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നല്ല കട്ടിയുണ്ട്, വാലിന് നല്ല കട്ടിയുണ്ട്. പിന്നെ മുള്ളാണെങ്കിലും നല്ല കട്ടിയുള്ളതാണ്. പക്ഷേ ടേസ്റ്റി മീനാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. എല്ലാ മീനും ഇങ്ങനെ നന്നായിട്ട് മുള്ളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. ഇത് മുള്ള് കളഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തേച്ചെടുക്കണം. ഇതിൻ്റെ ഈ ആദ്യം വാലിലെ കട്ടിയുള്ള ഭാഗമാണ് നമ്മൾ കളയേണ്ടത്. വേണ്ട, ഇവിടെ നല്ല കട്ടിയുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം നീക്കം ചെയ്യണം. എന്നിട്ട് മുള്ളൊക്കെ കളയുക. എനിക്ക് കൂടുതലും ഇടത് കൈയാണ് പ്രാക്ടീസ്. പിന്നെ ചില ജോലികൾ ഞാൻ രണ്ട് കൈ കൊണ്ടും ചെയ്യും. അപ്പം അതുകൊണ്ട് മീൻ വെട്ടുന്നതിന് വലത് കൈ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ചില പണികളൊക്കെ ഇടത് കൈയിലാണ് കൂടുതൽ സ്പീഡപ്പായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വരാം. നമ്മൾ ഈ മീനെല്ലാം ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ മീൻസ് ഇനി ഇത് തേച്ചെടുക്കണം. നമ്മളിത് മുള്ളൊക്കെ കളഞ്ഞ് ഇതിൻ്റെ വാലിൻ്റെ അറ്റത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കല്ലിൽ തേച്ചെടുക്കണം. അപ്പോൾ തേച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ തേച്ച് ഇതിൻ്റെ അഴുക്കൊക്കെ കളയണം. അപ്പോൾ നല്ല വെളുത്ത മീനായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ മീനെല്ലാം ഒന്ന് തേച്ചെടുക്കാം വൃത്തിയായിട്ട്. മീനൊക്കെ നമ്മൾ കല്ലിൽ ഇതുപോലെ ഉരച്ച് തേച്ച് വയ്ക്കുമ്പോഴാണ് ആ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേച്ച് വരുമ്പോൾ നമ്മൾ ഈ മീനിൻ്റെ ഇതുണ്ട്, ഈ കറുത്ത പാടൊക്കെ ഇതൊക്കെ നല്ല വെളുത്ത് നല്ല ക്ലീനായിട്ട് വരും. നമുക്ക് മീൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ചെടുക്കാം. ഇവിടെ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് പുറത്ത് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വീടിനകമൊന്നും വൃത്തികേടാകത്തില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മീനുമായിട്ട് വരുമ്പോൾ തന്നെ കാക്കയും പൂച്ചയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അത് നമുക്കിത് ഇങ്ങനെ വീടിനകത്ത് അഴുക്കൊന്നും ഇല്ലാതെ നമുക്ക് പുറത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ മീനും ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. കല്ലിലാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് തേച്ചെടുക്കാം. നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. ഇതുപോലെ നല്ല ക്ലീനായിട്ടിരിക്കണം മീൻ തേച്ച് വരുമ്പോൾ. അപ്പം നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മീനും ഇത്തിരി മുള്ളൊക്കെ ഉണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. ഇത് നമ്മളിപ്പം ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് നല്ല മീനാണ്. നമുക്ക് ഈ മീനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ട് വരാം.
നമ്മുടെ മീനെല്ലാം നമ്മളിവിടെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറുത്ത പാടൊക്കെ പോയി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ക്ലീൻ ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ തലയൊക്കെ കളയണം. ഇതെല്ലാം നമ്മൾ കളഞ്ഞ് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലെ കുടലൊക്കെ നമ്മൾ എടുത്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഇത് വറ്റ പോലത്തെ ഒരു മീനാണ്. പക്ഷെ വറ്റയ്ക്ക് അധികം ടേസ്റ്റില്ല. ഇത് പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് നമ്മൾ ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ അവസാനം ഇതിത്തിരി ഉപ്പും കൂടെ ഇട്ടൊന്ന് തേച്ച് കഴുകും. അപ്പോഴേ ഇത് ക്ലീൻ ആവുള്ളൂ. നമ്മൾ തേച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി തലയും വേസ്റ്റും ഒക്കെ കളഞ്ഞതിന് ശേഷം ഇത് നമുക്കിത്തിരി ഉപ്പിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം മീൻ നമ്മളിവിടെ നന്നായിട്ട് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതിനകത്തേക്ക് നമ്മളൊന്ന് തേക്കുന്നു. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അഴുക്കും പൊക്കോളും. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടൊന്ന് നമുക്കിങ്ങനെ ഉരച്ച് വെക്കാം. നമ്മൾ നന്നായിട്ട് തേച്ചെടുത്തത് കൊണ്ട് ചെറിയ പീസാക്കി ഉപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കഴുകാൻ പറ്റും. അത് ഉപ്പിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഉളുമ്പൊക്കെ ഉള്ളത് അങ്ങോട്ട് പൊക്കോളും. ഞാനിത് വലിയ പീസാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുറിക്കാതെ ഇതിനകത്തേക്ക് ഇട്ടത്. ഇനി ഉപ്പ് നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയണം. എന്നാൽ നമുക്ക് ഈ മീനൊന്ന് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. ക്ലീനാക്കി നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ നമ്മളൊന്ന് കളയുക. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ മീനെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള അരവെന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ തലഭാഗം വരെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് കത്തി കൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഈ മീൻ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിരിക്കുന്നതാണ്. എല്ലാ മീനും നമ്മളങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാ മീനും തന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ മീൻകറി ഉണ്ടാക്കുന്നത് നമ്മൾ വിറകടുപ്പിലാണ്. വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് കറി ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഇത്തിരി അധികം വെള്ളമൊക്കെ വെച്ച് വിറകടുപ്പിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ കറിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 കഷ്ണം കുടപ്പുളി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കുടപ്പുളിയാണ് മീൻ കറിക്ക് ഉപയോഗിക്കുന്നത്. വടക്കൻ ജില്ലകളിലൊക്കെ വാളംപുളി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കുടപ്പുളി ആകുമ്പോൾ നമുക്ക് വയറിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. കറി വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുടപ്പുളി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3 കഷ്ണം 3 പച്ചമുളക് വലുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഒരു 4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ സാദാ മുളക് പൊടി, പിന്നെ തേങ്ങ അധികം വേണ്ട. നമ്മൾ തേങ്ങ കുറച്ച് മുളക് കൂട്ടിയെടുക്കുന്നൊരു കറിയാണ്. തേങ്ങ ആവശ്യത്തിന് എടുക്കുക. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കൂടാതെ നമ്മൾ കടുകും വെളിച്ചെണ്ണയും കടുക് താളിക്കാൻ വേണ്ടിയിട്ട് അതും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളി ആദ്യം വെളുത്തുള്ളി നമ്മൾ ചതച്ച് വയ്ക്കുന്നു. കറി വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മളാദ്യം വെളുത്തുള്ളി നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചതച്ച് വയ്ക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുന്നു. അത് നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കുന്നു. പിന്നെ നമ്മൾ ഈ ഉള്ളി മുഴുവനായിട്ടും എല്ലാ ഉള്ളിയും നമ്മൾ ചതച്ചെടുക്കുക. താളിക്കാനുള്ള
ഉള്ളി മാത്രം നമ്മൾ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ മതി. ഇനി നമ്മൾ ഇഞ്ചി ചതച്ചെടുക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം. ഇത് 3 വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി നമ്മൾ ചതച്ചെടുക്കുക. ഉള്ളി കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു 2-3 കഷ്ണം അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ അടുത്തത് ഇതിനകത്തേക്ക് മീനിൻ്റെ അളവനുസരിച്ച് നമ്മൾ പൊടികൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ മീനിന് എടുത്തിരിക്കുന്നത് 1 കിലോ മീനിലധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫുൾ സ്പൂണായിട്ടൊരു 3 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ സ്പൂണായിട്ട് മല്ലിപ്പൊടി നമ്മളെടുത്തിരിക്കുന്ന മീനിൻ്റെ അളവിന് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂൺ ഫുൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മീൻകറി ആകുമ്പോൾ നല്ല എരിവൊക്കെ വേണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊരു 2 ഫുൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 2 അല്ല, ഒരു 3 സ്പൂൺ എടുക്കാം. അധികം മീനുള്ളതുകൊണ്ട് നമ്മൾ അത്ര ഒരു മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത്രയും പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മുളക് ഇവിടെ നന്നായിട്ട് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുള്ള ഗ്രേവി നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് നമ്മൾ പൊടി ഇടുന്നതിനേക്കാൾ കുറേ കൂടെ ടേസ്റ്റായിരിക്കും നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മളത് എണ്ണയിൽ വാട്ടി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മളതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുളകായതുകൊണ്ട് കൈയൊക്കെ പോയി. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ നമ്മളിത് ഒന്ന് കഴുകി ഇതിലെ വെള്ളം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഇവിടേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കഴുകി ഇതിനകത്തേക്ക് എടുക്കാം. നമ്മൾ ആ വെള്ളം എക്സ്ട്രാ എടുത്ത് വയ്ക്കുന്നു, അതിൻ്റെ കൂടെ ഒഴിക്കരുത്. അത് നമുക്ക് എണ്ണ താളിക്കാൻ, കടുക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ്. അതുകൊണ്ട് അതിനകത്ത് അധികം വെള്ളം പാടില്ല. നമ്മളൊരു വെള്ളം അധികം ഒഴിക്കാതെ നമ്മൾ എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്ത് അരയ്ക്കാൻ പോകുന്നത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. തേങ്ങ അധികം വേണ്ട, നമ്മൾ കുറച്ച് തേങ്ങ എടുത്താൽ മതി. കാരണം ഈ കറിക്ക് അധികം തേങ്ങ ആവശ്യമില്ല. കുറച്ച് തേങ്ങ, എരിവും പുളി ഉപ്പുമൊക്കെ കൂടുതലിട്ട് വയ്ക്കുന്നൊരു കറിയാണ്. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ കറിക്ക് കുറച്ച് ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ കുറച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒരു വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. വിറകടുപ്പിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ നന്നായിട്ട് തീയൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നു. നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ മിക്സിയിൽ അടിച്ച് അത് ഡയറക്റ്റായിട്ടല്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. തേങ്ങയുടെ പാലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതിവിടെ തേങ്ങാപ്പാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, അരപ്പുമൊക്കെ നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കറി അടുപ്പിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. തീ നന്നായിട്ട് കത്തുന്നത് കൊണ്ട് പുകയില്ലാത്ത അടുപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമാണ്. നമുക്ക് അവധി ദിവസമൊക്കെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്ര ഒരു അടുപ്പുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ, അതായത് ചിരട്ട, മടൽ, അതുപോലുള്ളതൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരടുപ്പുണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് തീർക്കാം. നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാകും. പിന്നെ അടുപ്പിൽ കറി വയ്ക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ വയ്ക്കുന്നതിനേക്കാൾ
വളരെ ടേസ്റ്റാണ്. ഗ്യാസ് അടുപ്പിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ മൺചട്ടിയൊക്കെ മൂട് പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ അടുപ്പിലാണെങ്കിൽ അങ്ങനെ വരത്തില്ല. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് കറിയൊക്കെ വയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു അടുപ്പുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ മീൻകറി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതിൽ വയ്ക്കുന്നതാണ് ഏറെ താല്പര്യം. നമ്മൾ ഫ്രീ ടൈമോ അല്ലെങ്കിൽ അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് കത്തിക്കുന്നത്. അപ്പം നമ്മളൊന്ന് കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പ് പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുത്തി നിന്ന് നമ്മൾ കത്തിക്കേണ്ട കാര്യമില്ല. അത് പെട്ടെന്ന് തന്നെ വിറക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് കത്തിക്കോളും. അതോടൊപ്പം പിന്നെ മറ്റേ അടുപ്പിൽ വേറെ എന്തെങ്കിലും കൂടെ, ഇത് രണ്ടടുപ്പുള്ളൊരു പുകയില്ലാത്ത അടുപ്പാണ്. അപ്പം അത് നമുക്ക് മറ്റുള്ള അടുപ്പിൽ വെച്ച് കൊടുത്താൽ മറ്റെന്തെങ്കിലും കൂടെ നമുക്ക് മറ്റേ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരേ സമയം രണ്ട് സാധനങ്ങൾ ഒരേ സമയം നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ സാധാരണ പുതിയ വീടുകളൊക്കെ വയ്ക്കുമ്പോൾ വർക്ക് ഏരിയയിലൊക്കെ ഒരു പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാറുണ്ട്. അപ്പം ഞാനിത് വീടിന് പുറത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീടിനകത്തോട്ട് ഈ മടലും ചിരട്ടയൊന്നും വലിച്ചു കയറി ഇടണ്ട. നമുക്കിവിടെ പുറത്ത് തന്നെ സൗകര്യപ്രദമായിട്ട് അടുക്കി വെച്ചിട്ടത് കത്തിച്ച് കളയാമെന്നുള്ളതാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ തീ നന്നായിട്ട് കത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നമുക്ക് കറി പാകം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നല്ല വിറകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കണ്ട. അത് കറിയൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിരുന്ന് തന്നെ അത് വറ്റിക്കോളും. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് ഇടുന്നത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് മൊത്തത്തിലൊരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ നല്ല തീയുള്ളത് കൊണ്ട് വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. വെളുത്തുള്ളി ഒരുവിധം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി മുഴുവൻ നമ്മൾ ഇടുന്നില്ല. കാരണം ഇഞ്ചി കുറച്ച് നമ്മൾ കറി ഇറക്കാൻ സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഉള്ളിയും ചതച്ചത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ആദ്യം തന്നെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതൊരുവിധം മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഉള്ളി നമ്മൾ മുഴുവനായിട്ട് ഇടുന്നില്ല. നമ്മളിതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് അവസാനം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അവസാനം ഇത്തിരി ഇഞ്ചി ഉള്ളിയും വേപ്പിലയും കൂടി ഇട്ട് ഇറക്കുമ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് വരുന്നത്. അതിന് നമ്മൾ കുറച്ച് ഇവിടെ ചതച്ചത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉള്ളി ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് മുരിയാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് ഒരിത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനും ഇത്തിരി ഉപ്പൊക്കെ പിടിക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് മുഴുവനായിട്ട് നമ്മളിട്ട് കൊടുക്കുന്നു. പച്ചമുളകും കൂടെ എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മളിതിനകത്തേക്ക് കുറച്ച് വേപ്പില, ആവശ്യത്തിന് വേപ്പില നമ്മൾ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേപ്പിലയും ഇട്ട് വേപ്പിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അത് നമ്മൾ വെള്ളമില്ലാതെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ മൊത്തമായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു.
നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. നമ്മളതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇടാം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഈ അരപ്പ് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഇതിനോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഒരു 5 കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഉപ്പും പുളി എരിവൊക്കെ കൂടെ ഒന്ന് മിക്സായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, ബാക്കി ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇത് നമ്മൾ അരച്ചെടുത്ത വെള്ളമാണ്, അത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ തേങ്ങാപ്പാലെന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ അരപ്പ് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മീനിടുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട്, അടുപ്പിലായതുകൊണ്ട് വേഗം തന്നെ തിളക്കും. പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ വെള്ളം ഇല്ലാതെ ഓരോന്നായിട്ട് നമ്മൾ ഈ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഈ മീൻ മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. നമ്മളൊന്ന് താത്തി കൊടുക്കണം. മൊത്തമായിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരണം. എന്നിട്ട് ബാക്കി മീനും കൂടെ ഇട്ട് നമുക്കും കൂടെ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി ഇവിടെ തിളച്ചിട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ നന്നായിട്ട് കറിയിൽ നമുക്ക് തെളിഞ്ഞ് വന്നേക്കണ കാണാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതൊരു നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കറി തേങ്ങാപ്പാലിൽ കിടന്നാണ് നന്നായിട്ട് തിളച്ച് പറ്റിച്ചെടുക്കേണ്ടത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുപ്പിന് നല്ല തീയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം തന്നെ ഇത് തിളച്ച് വരും. നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി വറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടുപ്പിൽ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. കറിയുടെ എണ്ണമയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മേലിലോട്ട് വരുമ്പോഴാണ് കറി വറ്റിയതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ കറിയുടെ എണ്ണമയൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഇടാൻ വെച്ചിരുന്ന ഉള്ളി ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി, ഇത് രണ്ടും ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അല്ലെങ്കിൽ ഉള്ളി പച്ചയ്ക്ക് കിടന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കറി മോശമായിപ്പോകും. ഉള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒരു 10 മിനിറ്റ് സമയം കൂടെ നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിക്കുന്നു. ഇതിൻ്റെ എണ്ണമയമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് മീൻകറിയുടെ. നമുക്ക് ഒരു കറിയൊക്കെ വെക്കുമ്പോൾ അത് നല്ലതാണെന്ന് നമ്മൾ അറിയുന്നത് പുറമേയുള്ള
ആളുകൾ പറയും കറി നല്ല മീൻകറി അവിടെ വെക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതേപോലെ നമുക്ക് കറി വയ്ക്കുമ്പോൾ അറിയാം ആ കറിയുടെ മണവും ടേസ്റ്റും ഒക്കെ. ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. നമ്മളിപ്പോൾ അടുപ്പിലായതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വന്നവരെ ഒന്ന് നോക്കാം. നമ്മുടെ കറി അവസാനത്തെ സ്റ്റേജിലോട്ടായിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിൽ നമുക്ക് കറി ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളത് ആ വേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയൊക്കെ കൂടെ ഒരു മണം അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കറിക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് അടുപ്പിലൊരു കറി വയ്ക്കുമ്പോൾ അത് ഗ്യാസ് അടുപ്പിൽ വയ്ക്കുന്നതിനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലൊരു ബെല്ലൈക്കനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കാണുന്ന ആളുടെ മനസ്സിൻ്റെ നന്മയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോസ് ധാരാളം ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് ഇഷ്ടമായാലേ അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ ലൈക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മനസ്സിൽ തോന്നേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മീൻകറി പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിറകടുപ്പിലുണ്ടാക്കിയ ഒരു കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.